വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. ഞാൻ 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു ബൗൾ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇടുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. രണ്ട് തക്കാളി കട്ട് ചെയ്തിടുക. അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം ഒരു 5 ചെറിയ വെളുത്തുള്ളി കട്ട് ചെയ്തിടുക. അതിന് ശേഷം ഒരു 5 പച്ചമുളക് കട്ട് ചെയ്തിടുക. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിടുക. ഇത് നന്നായിട്ട് വരണ്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് നന്നായി വരണ്ട് വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു തേങ്ങയുടെ 2/2 പാൽ 1 കപ്പ് ഒഴിക്കുക. ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 2 ടീസ്പൂൺ ഉപ്പിടുക. നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ മീനിട്ട് കൊടുക്കുക. മീനിട്ട് കൊടുത്തതിന് ശേഷം 5 കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്ത് അതിനുശേഷം 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടപ്പ് മാറ്റിയിട്ട് മീനൊന്ന് ചുറ്റി വെക്കാം. ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ ഉണ്ട്. അതിന് ശേഷം 1/4 പാൽ ഒഴിക്കുക. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നല്ലതായിട്ട് ചുറ്റി വെക്കുക. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. ഇത് നല്ല സ്വാദിഷ്ടമായ ഒരു മീൻ കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.